ലോകത്തുടനീളമുള്ള മീഡിയാസിൽ ഒരു വീഡിയോ ഇപ്പോൾ വളരെയധികം വൈറലായി പ്രചരിക്കുന്നുണ്ട്. യുക്രൈനിയൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കിയുടെ ട്വിറ്റർ ഹാൻഡിൽ വഴിയാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ശത്രു സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെട്ടു പോയ 2 നോർത്ത് കൊറിയൻ സൈനികരാണ് ഈ വീഡിയോയിൽ. നോർത്ത് കൊറിയൻ പട്ടാളക്കാരെ പറ്റിയുള്ള പല വിവരങ്ങളും, അതായത് ഒരു നോർത്ത് കൊറിയൻ പട്ടാളക്കാരൻ എങ്ങനെയാണ് എന്നും ഇവരുടെ കോമ്പാറ്റ് സ്കിൽസ്, ഫിസിക് അങ്ങനെയുള്ള പല കാര്യങ്ങളും ലോകത്ത് പലർക്കും ഇന്നും അജ്ഞമായിരുന്നു. കാരണം ഇവർ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകുകയോ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി എക്സസൈസുകളോ അങ്ങനെയൊന്നും ഒരിക്കലും നടത്തിയിരുന്നില്ല. യുക്രൈന്റെയും റഷ്യയുടെയും അതിർത്തി പ്രദേശമായ കുർസ്ക് റീജിയനിൽ നിന്നുമാണ് ഈ നോർത്ത് കൊറിയൻ പട്ടാളക്കാർ പിടിയിലായിരിക്കുന്നത്. എന്നാൽ ഇവർ എങ്ങനെ, നോർത്ത് കൊറിയൻ പട്ടാളക്കാർ എങ്ങനെ യുക്രൈൻ റഷ്യ അതിർത്തിയിൽ എത്തിയെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എങ്കിൽ ആദ്യമായി ഞാൻ പറയട്ടെ, റഷ്യയും നോർത്ത് കൊറിയയും തമ്മിൽ ഒരു മിലിറ്ററി ഡീൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലായ ഈ ഉടമ്പടി പ്രകാരം നോർത്ത് കൊറിയൻ സൈനികർ റഷ്യയ്ക്ക് വേണ്ടി യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പോരാടും. ഇത്തരത്തിലൊരു ഉടമ്പടി നിലവിലുണ്ട് എങ്കിലും യുക്രൈനെതിരെ പോരാടുന്ന ഈ നോർത്ത് കൊറിയൻ സൈനികരെ പറ്റിയുള്ള കൂടുതൽ വാർത്തയോ വിവരങ്ങളോ ഒന്നും ഇതുവരെ നമുക്കൊരിടത്തും അങ്ങനെ ലഭ്യമായിരുന്നില്ല. ഒരിടയ്ക്കെന്തോ ആശയക്കുഴപ്പത്തിലായ ഇവർ റഷ്യൻ സൈനികരെ തന്നെ കയറി ആക്രമിച്ചു എന്ന ചില വാർത്തകൾ കാണുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ജീവനോടെ 2 നോർത്ത് കൊറിയൻ സൈനികരെ പിടികൂടി അവരെ ചോദ്യം ചെയ്യുന്നതും ഇതിനോടൊക്കെ അവർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നൊക്കെയുള്ള പല വിവരങ്ങളുമാണ് വ്ളാഡിമിർ സെലൻസ്കി പങ്കുവച്ചിരിക്കുന്ന ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക, കാരണം ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുവാൻ പോകുന്ന ഒരു നിർണായക സംഭവത്തെയാണ് നിങ്ങൾ ഇവിടെ കാണുവാൻ പോകുന്നത്. കാരണം ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് ഏഷ്യയിലെ ഏതെങ്കിലും ഒരു സ്വതന്ത്ര രാജ്യത്തിൽ നിന്നുമുള്ള പട്ടാളക്കാർ യൂറോപ്പിലെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം ലോകമഹായുദ്ധത്തിലൊക്കെ ഇന്ത്യൻ പട്ടാളക്കാരും അങ്ങ് യൂറോപ്പിൽ പോയി യുദ്ധം ചെയ്തിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അന്ന് ഇന്ത്യ എന്ന രാജ്യം ഒരിക്കലും ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നില്ല. ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസിലായിരുന്നു ഇന്ത്യൻ പട്ടാളക്കാർ അന്ന് യുദ്ധം ചെയ്യുവാനായി യൂറോപ്പിലേക്ക് പോയിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ നോർത്ത് കൊറിയ എന്നൊരു സ്വതന്ത്ര ഏഷ്യൻ രാജ്യത്തിന്റെ പട്ടാളക്കാരാണ് ചരിത്രത്തിൽ ആദ്യമായി യൂറോപ്പിൽ നടക്കുന്ന ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നതും അവിടെ വെച്ച് ഇത്തരത്തിൽ യുദ്ധ തടവുകാരായി പിടിക്കപ്പെടുന്നതും. നമുക്ക് കാണാം പിടിയിലായ നോർത്ത് കൊറിയൻ സൈനികരുടെ ആ വീഡിയോയൊന്ന്. യുക്രൈനിയൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കി തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തിരിക്കുന്ന ഈ വീഡിയോയിൽ നമുക്ക് കാണാം, ഉത്തര കൊറിയൻ സൈനികനോട് ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് എന്ന്. അദ്ദേഹത്തിന് തീർത്തും അറിയില്ല ഇയാൾ ഇപ്പോൾ ശത്രു രാജ്യമായ യുക്രൈനിലാണ് എന്ന്. യുക്രൈൻ എന്ന രാജ്യത്തിനെതിരെ പോരാടുവാൻ വേണ്ടിയാണ് നിങ്ങളെ റഷ്യയിൽ കൊണ്ടുവന്നത് എന്ന കാര്യം അറിയുമോ എന്ന ചോദ്യത്തിനും നമുക്ക് കാണാം മറുപടി ഇല്ല എന്നാണ്. പിന്നെ നിങ്ങളുടെ കമാൻഡേഴ്സ് എന്തു പറഞ്ഞാണ് നിങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ട്രെയിനിങ്ങിന് വേണ്ടി എന്ന് പറഞ്ഞാണ് ഇവരെ ഉത്തര കൊറിയയിൽ നിന്നും റഷ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നായിരുന്നു ഇവിടെ ഈ സൈനികന്റെ മറുപടി. ഈ വീഡിയോയിൽ നിന്ന് ഇവരിവിടെ പറയുന്നതനുസരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നോർത്ത് കൊറിയയിൽ നിന്നും റഷ്യയിലേക്ക് കൊണ്ടുവരികയും യുക്രൈനെതിരെ യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോഴും ഒന്നും ഇവർക്കറിയില്ലായിരുന്നു ഇവരൊരു ഇന്റർനാഷണൽ യുദ്ധത്തിൽ ഭാഗമാകുകയായിരുന്നു എന്ന്. ഈ സൈനികർ പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്ന കാര്യം നമുക്കറിയില്ല. എന്നാലും ഇവരെങ്ങനെ യുക്രൈനിയൻ പട്ടാളത്തിന്റെ പിടിയിലായി? കൂട്ടത്തിൽ ഒരാളുടെ താടിയലൊക്കെ തകർന്നിരിക്കുന്നതായി കാണാം. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന ഒരു സംശയം നിങ്ങൾ ഏവരുടെയും മനസ്സിൽ ഇപ്പോൾ ഉണ്ടായേക്കാം. കൃത്യമായി പറയുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ജനുവരി 3-ന് യുക്രൈൻ കൈവശമാക്കി വെച്ചിരിക്കുന്ന റഷ്യയുടെ കുർസ്ക് റീജിയനിൽ യുക്രൈനിയൻ പട്ടാളം വീണ്ടും മുന്നോട്ട് നീങ്ങി റഷ്യയുടെ അല്പം കൂടി ഭൂമി ഇവർ പിടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേസമയം റഷ്യൻ അതിർത്തിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉത്തര കൊറിയൻ സൈനികർ ഈ ഭാഗത്ത് ഡിപ്ലോയിഡ് ആയിരുന്നു. തുടർച്ചയായ യുക്രൈനിയൻ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇവരിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ബാക്കി വന്നവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ രക്ഷപ്പെടുവാൻ ശ്രമിച്ച സൈനികർ ചിലയിടത്ത് ഒളിച്ചിരിക്കുകയും പിന്നീട് യുക്രൈൻ ഈ ഭാഗം മുഴുവൻ പിടിച്ചെടുത്തപ്പോൾ ഇവരെ കീഴ്പ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇവിടെ അല്പം വിചിത്രമായ ഒരു കാര്യം എന്തായിരുന്നു എന്നാൽ ഇത്തരത്തിൽ പിടികൂടിയ സൈനികരിൽ ഒരാളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ തിരിച്ചു ഉത്തര കൊറിയയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. എന്റെ ഫാമിലി അവിടെയുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ ഈ ഒരു സൈനികനോട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും യുക്രൈനിൽ തന്നെ തുടരുവാൻ താല്പര്യപ്പെടുന്നു എന്നുമായിരുന്നു മറുപടി. ഇവിടെ ഈ കാര്യത്തിൽ യുക്രൈനിയൻ പ്രസിഡന്റ് എന്ത് തീരുമാനമാണ് എടുക്കുക എന്നറിയില്ല. എന്നാൽ സെലൻസ്കി റഷ്യയ്ക്ക് മുന്നിലേക്കായി ഒരു ഓഫർ ഇപ്പോൾ വെച്ച് നീട്ടിയിട്ടുണ്ട്. 2 നോർത്ത് കൊറിയൻ സൈനികരെയും യുക്രൈൻ വിട്ടു നൽകുവാൻ തയ്യാറാണ്. പകരം റഷ്യ ഇത്തരത്തിൽ പിടിച്ചു വെച്ചിട്ടുള്ള യുക്രൈനിയൻ സൈനികരെ വിട്ടു നൽകണമെന്ന്. ഇതിൽ റഷ്യയുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഇതോടുകൂടി റഷ്യയും നോർത്ത് കൊറിയയും തമ്മിലുള്ള ഒരു ഗ്രെയിൻ ഡീലിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് നോർത്ത് കൊറിയ എന്ന രാജ്യം കഴിഞ്ഞ കുറെ നാളുകളായി വലിയൊരു ഭക്ഷ്യക്ഷാമത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പട്ടിണി മൂലം നിരവധി ആളുകളായിരുന്നു അവിടെ മരണപ്പെട്ടിരുന്നത്. അതിനാൽ ഇവർ റഷ്യയുമായി ഒരു കരാറിലെത്തുകയും ഈ ഡീൽ അനുസരിച്ച് പ്രതിവർഷം ഉത്തര കൊറിയയ്ക്ക് ആവശ്യമായ ധാന്യത്തിന്റെ 60 മുതൽ 70% വരെ, അതായത് ഏകദേശം 60,000 മുതൽ 70,000 ടൺ വരെ അരി റഷ്യ നൽകുവാൻ തീരുമാനിക്കുകയും അതിന്റെ ഏതാനും ഷിപ്മെന്റ്സുകൾ ഇതിനകം തന്നെ ഉത്തര കൊറിയയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പകരമായി ഈ ഉത്തര കൊറിയൻ സൈനികർ റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നു. മാത്രമല്ല ഇത്തരത്തിൽ വരുന്ന സൈനികർക്ക് പ്രതിമാസം $2,000 റഷ്യ നൽകും. ഇത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ നിലവിലെ വിനിമയ
നിരക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പ്രതിമാസം ഏകദേശം 1,70,000 രൂപയാണ് ഇവർക്ക് ലഭിക്കുക. ഇത്തരത്തിൽ ഒരു സൈനികന് ഇത്രയധികം പേയ്മെന്റ് ലഭിക്കുകയും ഉത്തര കൊറിയയിൽ നിന്നും ഓൾ ദ വേ റഷ്യയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടും ഇവിടെ ട്രെയിനിങ്ങിനാണോ വന്നത് അതോ യഥാർത്ഥ യുദ്ധത്തിനോ എന്ന് അറിയില്ല എന്ന് പറയുന്നത് ഇവിടെ അല്പം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ട ഒരു സൈനികൻ ഇതല്ലാതെ വേറെ എന്താവും പറയുക? ഇതെല്ലാം ഒരു ചെറിയ സംഭവമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇതിന്റെ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്നത് വളരെ വലിയതാണ്. കാരണം ഇതോടുകൂടി യുക്രൈൻ റഷ്യ യുദ്ധം വേറൊരു തലത്തിലേക്ക് നീങ്ങുവാനുള്ള ചില സാധ്യതകൾ ഇവിടെ ഉടലെടുക്കുകയാണ്. അതായത് കഴിഞ്ഞ മാസം തന്നെ വേണ്ടത്ര ട്രെയിനിങ്ങോ പരിചയ സമ്പത്തോ എന്തിനേറെ അവിടുത്തെ കാലാവസ്ഥ പോലും എന്തെന്നറിയാത്ത 3000-ലധികം വരുന്ന ഉത്തര കൊറിയൻ സൈനികരെയാണ് ഈ കുറുസ്ക് റീജിയനിൽ മാത്രം യുക്രൈൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പിടിച്ചെടുത്തിരിക്കുന്ന ഉത്തര കൊറിയൻ സൈനികരുടെ വീഡിയോ കാണിച്ചുകൊണ്ട് യുക്രൈൻ ഇത്രയും കാലം പരോക്ഷമായ യുദ്ധത്തിൽ തങ്ങളെ സഹായിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളോടും അമേരിക്കയോടും പറയുവാൻ ശ്രമിക്കുന്നത് ഇനി ഈ യുദ്ധം ഒരു 2 കൺട്രി വാർ അല്ല എന്നതാണ്. ഉത്തര കൊറിയൻ സൈനികർ യുദ്ധഭൂമിയിൽ ഇതിനകം തന്നെ റഷ്യയെ സഹായിക്കുവാൻ ഒഫീഷ്യലായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഫ്രഞ്ച് സോൾജേഴ്സ്, ജർമ്മൻ സോൾജേഴ്സ്, അമേരിക്കൻ സോൾജേഴ്സ് എല്ലാവരോടും ഇനി യുക്രൈന് ആവശ്യപ്പെടാം. യുദ്ധം ഒരു മൾട്ടി കൺട്രി വാർ ആയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളും ഞങ്ങളോടൊപ്പം ഓൺ ഗ്രൗണ്ടിൽ യുദ്ധഭൂമിയിൽ ഇനി നേരിട്ടിറങ്ങണമെന്ന്. ഇത് മാത്രമല്ല, എപ്പോഴത്തെയും പോലെ ജിയോ പൊളിറ്റിക്സിൽ എന്ത് കാര്യം സംഭവിച്ചാലും അത് നടക്കുന്ന സമയം വളരെ നിർണായകമാണ് എന്ന് പറയുന്നത് പോലെ യുക്രൈൻ ഇപ്പോൾ ഈ വീഡിയോ റിലീസ് ചെയ്തിരിക്കുന്ന സമയവും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒരു മീറ്റിംഗ് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം നടക്കാൻ പോകുന്ന ഈ ഹിസ്റ്റോറിക് മീറ്റിംഗിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തെ ഉടൻ തന്നെ അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകളാകും നടക്കാൻ പോകുക. എന്നാൽ ഇവിടെ ഈ നോർത്ത് കൊറിയൻ ആംഗിൾ തെളിവ് സഹിതം പുറത്തു വന്നതോടെ ഡൊണാൾഡ് ട്രംപിന് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങളൊന്നും. യുക്രൈൻ ഇവിടെ തീർച്ചയായും പറയുവാനുള്ള സാധ്യതയുണ്ട്. നോർത്ത് കൊറിയയുടെയും സാന്നിധ്യം ഈ യുദ്ധത്തിൽ ഉള്ളതിനാൽ അവരുടെയും നേതാക്കളുമായി ഈ ചർച്ച നടത്തണമെന്ന്. അതിനാൽ കാര്യങ്ങളെല്ലാം ഇവിടെ കൂടുതൽ സങ്കീർണമാകുകയാണ്. ഇതോടെ യുക്രൈൻ റഷ്യ യുദ്ധം ട്രംപ് ഭരണത്തിൽ ഏറിയാൽ ഉടനെ തന്നെ അവസാനിക്കുവാനുള്ള സാധ്യതകളും ഇതോടുകൂടി മങ്ങുകയാണ്. അതിനാൽ ഉടൻ തന്നെ നടക്കാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിലുള്ള ഹിസ്റ്റോറിക് മീറ്റിംഗിലേക്കാകും ഇനി ലോക ശ്രദ്ധ മുഴുവൻ. ഈ വിഷയത്തിൽ ഇനി പുതിയ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.